Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മള് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്? എവിടെ വരെ ചെയ്തത്? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് വരെ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ ആ പോയിന്റ്സ് ഒക്കെ പറഞ്ഞില്ലായിരുന്നോ? ആ ഒരു ഫസ്റ്റ് സ്ലൈഡ് ആ ബോക്സും കഴിഞ്ഞില്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? എന്താണെന്നാ പറഞ്ഞു നമ്മള്? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞ? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പോവാം. എന്താണ് എന്താ പറഞ്ഞേ? പബ്ലിക് റിലേഷൻസ് അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഏതൊക്കെയായിരുന്നു ആ രണ്ട് മെത്തേഡ്? ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റിയില് Operative methods and community methods. അതെ, ഓപ്പറേറ്റീവ് മെത്തേഡ്സും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സും. അതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചിരുന്നു അല്ലെ? ഇനി എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ നിങ്ങള്? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാല് എന്താണ്? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്? നമ്മൾ ആ ഒരു ബോക്സിൽ പഠിച്ചില്ലേ? എന്തിനു വേണ്ടിയാണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ആശുപത്രിയുടെ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെ? വെരി ഗുഡ്. ആശുപത്രിയുടെ സന്ദേശങ്ങള് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലെ? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു ആശയവിനിമയം, നമ്മൾ ഒരുപാട് ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കും അല്ലെ? നമുക്ക് സാധ്യമായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ആശയവിനിമയങ്ങളിലൂടെ നമ്മൾ അത് സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികളെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ആശുപത്രിയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ എല്ലാ വിധത്തിലും അല്ലെങ്കിൽ സാധ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഇത് എന്തൊക്കെയായിട്ട് ഇടകലർന്നിരിക്കുന്നു? ആശുപത്രിയുടെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് പ്രവർത്തന രീതികളും എല്ലാം ഇടകലർന്നായിരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരുമിച്ച് ഒറ്റയ്ക്ക് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എല്ലാ മെത്തേഡുകളും കൂടി ഒരുമിച്ചാൽ മാത്രമേ നല്ലൊരു പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അതുപോലെ മറ്റൊരു രീതിയാണ് മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നടത്താമെന്ന് പറയുന്നത് അല്ലെ? ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? യെസ് മാം. അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. Communication methods can be used in the following ways. നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഏതെല്ലാം രീതികളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ഫസ്റ്റ് വൺ ആണ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors. എന്താണ്? അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്, രോഗികൾക്ക് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അവരുടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക, നൽകുക. അതെന്താ? കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ കുറച്ച് പറയുന്നുണ്ട് കേട്ടോ. നോക്കി, എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു അന്വേഷണ വിഭാഗത്തിൽ പോയി ആ ഹോസ്പിറ്റലിനെ കുറിച്ചും അവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളെ കുറിച്ചും എന്തെങ്കിലും അന്വേഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോവാ? എൻക്വയറി വിഭാഗത്തിൽ പോയി അല്ലേ അന്വേഷിക്കുക. അപ്പൊ നമുക്ക് അവര് മതിയായ ഇൻഫർമേഷൻസ് തന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാവില്ലേ? അപ്പൊ എപ്പോഴും അങ്ങനെ ഒരു എൻക്വയറി ബന്ധപ്പെട്ട് വരുന്നതാവാം. അതൊരു പേഷ്യന്റ് ആവാം ചിലപ്പോ വരുന്നത്, അവരുടെ റിലേറ്റീവ്സ് ആവാം വരുന്നത്, അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകരായിക്കോട്ടെ. ആരാണെങ്കിലും എൻക്വയറി വിഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നാൽ അവർക്ക് മതിയായ ഇൻഫർമേഷൻസ് കൊടുക്കണം. അതുപോലെ തന്നെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചിലവർ വരും അല്ലെ? നമ്മളാണെങ്കിലും പോവാറില്ലേ ഒരു ഡോക്ടറെ കാണാനായിട്ട്? നമ്മൾ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, ഇപ്പൊ ടോക്കൺ നമ്പർ എത്രയാണ്, എത്ര സമയത്തിനോ
എപ്പോഴാണ് ഡോക്ടർ വരുന്നത്, ഈ ഒരു ടോപ്പിക് വെച്ച് നമുക്ക് എത്ര സമയത്തിനുള്ളിൽ ഈ ഡോക്ടറെ കാണാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറില്ലേ. ഈ ഒരാഴ്ചയിൽ ആ ഡോക്ടർ ഏതൊക്കെ ദിവസങ്ങളിലാണ് റൗണ്ട്സിന് ഇവിടെ ഇരിക്കുന്നത്, അല്ലെ, രാവിലെയും വൈകിട്ടും ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, നമുക്കറിയാത്തൊരു ഹോസ്പിറ്റലായി ചെല്ലുമ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം, മതിയായ ഇൻഫർമേഷൻസ് നൽകണം. രണ്ടാമതായി പറയുന്നത് ഓൺ പേഷ്യൻസ് discharge regarding his or her health status and follow. അല്ലെ, ഇനി ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടാണെന്ന് വിചാരിക്കാം. ഒരു പേഷ്യന്റ് ഇപ്പൊ നമ്മളാണെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് നമ്മളോട് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച്, അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ്, ആരോഗ്യസ്ഥിതി എന്താണ്, അല്ലെ, എന്തൊക്കെ ഫോളോ അപ്പുകൾ നമ്മൾ ചെയ്യണം, എന്നാണ് ഫോളോ അപ്പിനായിട്ട് തിരികെ ഈ ആശുപത്രിയിലേക്ക് വരേണ്ടത് എന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരാറില്ലേ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്ന സമയത്ത് അറിയാറില്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നല്ലൊരു പബ്ലിക് റിലേഷൻ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടത്തുന്നത്. അപ്പൊ അവര് പോയാൽ പോലും അവര് വീട്ടിൽ ചെന്നാലും അവർ ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ. അപ്പൊ അതാണ് നമുക്ക് അവര് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്തെങ്കിൽ പോലും ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് നമ്മുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു തരും, അല്ലെ. ഇനി ഈ പറയുന്ന ഈ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി, അല്ലെ, അതുപോലെ ഫോളോ അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ഏറ്റവും നന്നായി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു വ്യക്തി ആരായിരിക്കും? നമ്മുടെ ഹോസ്പിറ്റലിലാകുമ്പോൾ നമുക്ക് ആ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ്, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഏറ്റവും ബെറ്റർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തി ആരാണ്? നേഴ്സാണ് പറഞ്ഞു തരാൻ. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആരായിരിക്കും? അതിനും കുറച്ച് ഡോക്ടർ, അല്ലെ, അവരെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ ആയിരിക്കും, അല്ലെ. അവർ അറ്റൻഡ് ചെയ്ത ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറിനാണ് ഏറ്റവും നന്നായി അവരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ തന്നെയാണ്, അല്ലെ. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഈ പറഞ്ഞ ഫോളോ അപ്പ് എങ്ങനെ ചെയ്യണം, ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഉദ്ദേശം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് അവർ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ തന്നെയായിരിക്കും. നമ്മൾ ആ ഒരു ബോക്സിൽ എന്താ പറഞ്ഞത്? കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്, അവരുടെ റിലേറ്റീവ്സിന്, അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് മതിയായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതിൽ എൻക്വയറി, അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആവാം, അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ആവാം. ഇവയെല്ലാം ശരിയായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. രണ്ടാമതായി പറഞ്ഞത് ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി എന്താണ്, അവർ എന്ത് ഫോളോ അപ്പ് ആണ് ചെയ്യേണ്ടത്, എന്താണ് ഫോളോ അപ്പിനായി ആ ഹോസ്പിറ്റലിലേക്ക് പറയുന്നത്, ഈ വീട്ടിൽ പോയാൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് അവർക്ക് മതിയായ ഇൻഫർമേഷൻസ് പറഞ്ഞു തരുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഉദ്ദേശം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻസ് തന്നെയായിരിക്കും. ക്ലിയർ ആയോ? അത് ആ ഒരു ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് an open house approach to the visitors without interfering in the routine medical care functions. എന്താണ് ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്? ടു ദ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ചുകൾ നമ്മൾ നടത്തുന്നത്. വിത്തൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൊട്ടീൻ മെഡിക്കൽ കെയർ ഫങ്ഷൻസ്. എന്താ? ആ ഹോസ്പിറ്റലിലെ ദൈനംദിന മെഡിക്കൽ പരിചരണ വിഭാഗത്തിൽ മെഡിക്കൽ പരിചരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഈ ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തേണ്ടത്. അവിടെ വരുന്ന വിസിറ്റേഴ്സിന് അവിടെ വരാം, ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കണ്ടൊക്കെ മനസ്സിലാക്കാം. അതാണല്ലോ ഒരു ഓപ്പൺ ഹൗസ് എന്ന് പറയുന്നത്, ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതല്ലേ. അതേസമയം അവിടെ ഹോസ്പിറ്റലിൽ ഓൾറെഡി
ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ. റൊട്ടീൻ മെഡിക്കൽ കെയർ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ദൈനംദിന മെഡിക്കൽ പരിചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഇവരുടെ സന്ദർശനം എന്ന് പറയുന്നത്. അല്ലാതെ ആ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാറ്റിവെച്ചിട്ടല്ല ഈ ഒരു ഓപ്പൺ ഹൗസ് നടക്കുന്നത് കേട്ടോ. നോക്കി, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our peculiar socio-cultural NGOs. അല്ലേ, നമുക്കറിയാം ഒരുപാട് ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടേക്ക് നമ്മുടെ ഒരു സോഷ്യൽ കൾച്ചർ വെച്ചിട്ട് എങ്ങനെയാ ഒരുപാട് വിസിറ്റേഴ്സ് അവരെ സന്ദർശിക്കാൻ ചെല്ലും അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാള് ആ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പോവാറില്ലേ? നമ്മൾ ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ് അല്ലെ. കാണാൻ പോകും നമ്മള് അല്ലെ. നമുക്കത് പോയില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ പോവാതെ ഇരിക്കില്ല, മാക്സിമം നമ്മൾ സമയം കണ്ടെത്തി എന്ത് ചെയ്യും? ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് പോകും. നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവരെ പരിചയമുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഈ ഒരു കൾച്ചർ വെച്ചിട്ട് നമുക്ക് ആ ഒരു പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ്, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് വരും അല്ലെ. നമ്മൾ കിടന്നാൽ നമ്മളൊരു ആരെങ്കിലും കിടന്നാൽ നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും വിസിറ്റേഴ്സ് നമ്മുടെ പരിചയമുള്ളവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെ. ആ ഒരു കുറച്ച് രാത്രി ആ ഉറങ്ങുന്ന കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സമയത്തും ആളുകൾ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരും അല്ലെ. അപ്പോ നമ്മുടെ ഈ ഒരു കൾച്ചർ വെച്ചിട്ട് ഈ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ സന്ദർശിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലെ, സന്ദർശകരുണ്ട്. അവരുടെ ആ ഒരു എണ്ണം എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള സന്ദർശകരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാബല്യത്തിൽ വരുന്നതാണോ? ഒഴിവാക്കാൻ പറ്റുമോ? നമുക്ക് ഈ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനെ നമുക്ക് മാക്സിമം നമുക്ക് ഒരു കോവിഡ് വന്ന സമയത്തൊക്കെ നമുക്ക് അറിയുമായിരുന്നു അങ്ങനെ അധികം പേര് വരരുത് എന്നുള്ള രീതിയിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയും. എന്നാൽ പോലും നമുക്ക് അത്ര അടുത്തുള്ളവരാണെങ്കിൽ പറയും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഒട്ടും നമുക്ക് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അത് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ് ഇവിടെ കൊറീസ് ഓഫ് അതുപോലെ ഈ വരുന്ന റിലേറ്റീവ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനൊക്കെ അന്വേഷണങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ ചോദിക്കാറില്ല. ഇപ്പൊ നമ്മളെ കാണാൻ വരുന്ന ഒരാളാണ്, ഒരു പേഷ്യൻസ് ആണ്, ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ പോയി കഴിഞ്ഞപ്പോ നമുക്ക് ഈ പേഷ്യന്റിന്റെ നിലയും കാര്യങ്ങളും ഒക്കെ അറിയണം. അങ്ങനെ അറിയണമെങ്കിൽ അവിടെ ഇപ്പൊ ഒരു നേഴ്സോ ആരെങ്കിലും ആ ഒരു റൂമിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ? ചില ആളുകൾ ചോദിക്കാറുണ്ട് അല്ലെ. എന്താണ് ഇപ്പൊ നിലവിൽ ഈ പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടോ സിസ്റ്റർ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? ചിലർ ചോദിക്കാറില്ലേ അവരുടെ അടുത്ത് എങ്ങനെയുണ്ട് ഈ പേഷ്യന്റ് എങ്ങനെയുണ്ട്, ഇനി എന്തെങ്കിലും ബെറ്റർ ആവാനുണ്ടോ, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്, അവർക്ക് ഇപ്പൊ ഹെൽത്ത് ബെറ്റർ ആവുന്നുണ്ടോ, ഇനി വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാറില്ലേ. ഇപ്പൊ ഇവിടെ വരുന്ന റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകരാവാം, അവർക്ക് ഈ പറയുന്ന രോഗിക്ക് കൊടുക്കുന്ന കെയറില് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലൊക്കെ ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് ആരാണ്? പറയുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കേണ്ടത് ആ പേഷ്യന്റ് ആണോ കൊടുക്കേണ്ടത്? ആണോ? പേഷ്യന്റ് ആണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവരുടെ അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടത് ആരാ? പേഷ്യന്റ് അല്ല അല്ലെ. പിന്നെ ആരാണ്? ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന അവരെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നേഴ്സ് ആണ് അതിനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഓപ്പൺ ഹൗസ് നടത്തുമ്പോൾ ഇതുപോലെ വിസിറ്റേഴ്സിന് റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടാവും. The queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose. This purpose. അവിടെ ഹിസ് എന്ന് നടക്കുന്നത് ദിസ് പർപ്പസ് എന്നാട്ടോ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പ്രാബല്യത്തിൽ വരുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഈ വരുന്ന റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ ഒരുപാട് ക്വറീസ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ പറയുന്ന അന്വേഷണങ്ങളൊക്കെ ആരാണ് അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്തതിൽ സംതൃപ്തിപ്പെടുത്തി അവർക്ക് ആ അന്വേഷണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തേണ്ടത് ആരാ? ഇഫ് എ ഡോക്ടർ ഓർ സീനിയർ നേഴ്സ്, ഒരു ഡോക്ടർ
അല്ലെങ്കിൽ സീനിയർ നഴ്സ്. കോൺവെർസന്റ് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട അല്ലെ ആ ഒരു വാർഡ് അല്ലെങ്കിൽ ആ ഒരു റൂമുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖല കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ആയിരിക്കണ്ടേ അവിടെ ഇതിന് കൃത്യമായ മറുപടി കൊടുക്കണമെങ്കിൽ അവർക്കല്ലേ സാധിക്കുള്ളൂ. എപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു സീനിയർ നഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യണം ആ വാർഡിൽ എപ്പോഴും ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് അവൈലബിൾ ആയിരിക്കണം, ലഭ്യമായിരിക്കണം. ക്ലിയർ ആണോ അത്? ആ ഒരു വിസിറ്റിംഗ് അവേഴ്സ് ഒരു വിസിറ്റിംഗ് അവേഴ്സ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ റിലേറ്റീവ്സിനാണെങ്കിലും വിസിറ്റേഴ്സിനാണെങ്കിലും ആ ഒരു വിസിറ്റിംഗ് അവറിൽ അവരുടെ ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ തൃപ്തിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ അന്വേഷണങ്ങൾ പൂർണ്ണമായും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ വിസിറ്റിംഗ് അവേഴ്സിൽ ഈ പ്രത്യേക ഉദ്ദേശം നടത്താൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ അല്ലെങ്കിൽ സീനിയർ നഴ്സിനെ അവൈലബിൾ ആക്കുക, അതിന് ലഭ്യമാക്കുക. നെക്സ്റ്റ് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ്. അതുപോലെ പല ലെവലിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട് അല്ലെ, അവരെന്ത് ചെയ്യുക ഹോസ്പിറ്റൽസില് റൗണ്ട്സിന് ഇറങ്ങുക. അപ്പൊ റൗണ്ട്സിന് വരുന്ന സമയത്തും അവരോടും ഇങ്ങനെയുള്ള എന്താണ് അന്വേഷണങ്ങളൊക്കെ നടത്താം അല്ലെ. അപ്പൊ അന്വേഷണങ്ങൾ നടത്തുമ്പോഴും അവരും എങ്ങനെയായിരിക്കണം however they should be as informal as possible വളരെ അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് അവരോട് പെരുമാറുകയും അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ അന്വേഷണങ്ങൾ എന്താണോ ക്വസ്റ്റ്യൻസ് എന്താണോ അതിന് നല്ല രീതിയിൽ മറുപടികൾ കൊടുക്കുകയും ചെയ്യുക, നന്നായി അവരോട് ബിഹേവ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതാ നമ്മളൊരു ഓപ്പൺ ഹൗസ് അപ്രോച്ചിൽ പറഞ്ഞത് അവിടെ വിസിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ. വിസിറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ കൂടി ആ ഹോസ്പിറ്റലിലെ ദൈനംദിന മെഡിക്കൽ കെയർ ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇവയൊന്നും ബാധിക്കാത്ത രീതിയിലായിരിക്കണം ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തേണ്ടത്. അപ്പൊ അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സിനെ നമുക്ക് നമ്മുടെ ഒരു കൾച്ചർ പ്രകാരം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന റിലേറ്റീവ്സ് ആണെങ്കിലും വരുന്ന വിസിറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടാവാം. ആ അന്വേഷണങ്ങൾക്ക് കൃത്യമായവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മറുപടികൾ കൊടുക്കണമെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട ആ വാർഡ് അല്ലെങ്കിൽ ആ റൂമുകളുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സീനിയർ നഴ്സിനെ ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് ആ വിസിറ്റിംഗ് അവേഴ്സിൽ അവിടെ ലഭ്യമാക്കി നൽകുക. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഡെയിലി റൗണ്ട്സുകൾ നടത്തുകയും അവരോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും കൃത്യമായ ഇൻഫർമേഷൻസ് കൊടുക്കുകയും അവരോട് എന്ത് ചെയ്യുക നല്ല രീതിയിൽ ആ വിസിറ്റേഴ്സിനോട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഇൻഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ എന്താണ് കാഷ്വൽ ആയിട്ട് അവരോട് പെരുമാറുകയും ചെയ്യുക. ക്ലിയർ ആണോ അത്? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണ്? ഓക്കെ. Then third one ആണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ സൈനേജുകൾ അല്ലെങ്കിൽ നെയിം ബോർഡുകൾ കണ്ടിട്ടില്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ നോക്കി സൈനേജ് ആൻഡ് നെയിം ബോർഡ് എന്ന് പറഞ്ഞാൽ ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് അല്ലെ. ബോർഡുകൾ നെയിം ബോർഡുകൾ സൈനേജ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡാണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് അത് വായിച്ച് മനസ്സിലാക്കിയെടുത്ത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നേ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഫ്ലോർ പ്ലാൻസ് കണ്ടിട്ടുണ്ടോ? ഫ്ലോർ പ്ലാൻസ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻട്രി ചെയ്യുന്ന ഏരിയയിൽ ഇപ്പൊ ഒരു ഫ്ലോർ പ്ലാൻസ് ഇപ്പൊ 2 or 3 നിങ്ങൾ മോൾസിലൊക്കെ പോയിട്ടില്ലേ? മോളുകളിൽ പോയിട്ടില്ലേ? കണ്ടിട്ടില്ലേ? അപ്പൊ അവിടെ നമ്മൾ ആ ഒരു ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന കാര്യങ്ങളുണ്ട്, സെക്കൻഡ് ഫ്ലോറിൽ ഇന്ന ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഏരിയയിലാണ് എൻട്രി, ഇന്ന ഏരിയയിലാണ് എക്സിറ്റ് പോയിന്റ് എന്ന രീതിയിൽ അവിടെ ഫ്ലോർ പ്ലാനുകൾ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ ഇപ്പൊ 2 or 3 ഒത്തിരി നിലകളുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് വരുന്ന പേഷ്യൻസിന് കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ഇപ്പൊ അവരെന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്ഥലം കൃത്യമായിട്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയും സഹായമില്ലാതെ തന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു ഫ്ലോർ പ്ലാൻസ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇന്ന വിഭാഗം അപ്പൊ ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ഏരിയയിലേക്ക് പോയാൽ ഇന്ന
ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇന്ന ഏരിയയിലേക്ക് പോയാൽ ഇന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുപോലെ ഒരു ഏരിയയിൽ എൻട്രി പോയിന്റ് ഇന്ന സ്ഥലത്ത് നിന്നാണ്, എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റെയറിന്റെ വശത്താണ്, മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്ന കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും അല്ലെ, സ്ട്രാറ്റജിക് ബേസസ് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലായിരിക്കും ഇങ്ങനെയുള്ള ഫ്ലോർ പ്ലാൻസ് സ്ഥാപിച്ചിട്ടുണ്ടാവുക. അതെന്തിനു വേണ്ടിയാണ്? അങ്ങനെയുള്ള പ്രധാനമായിട്ട് നമ്മൾ കയറി വരുന്ന ആ ഒരു എൻട്രി ഏരിയയിലൊക്കെയാണ് അല്ലെ കൂടുതലും അത് കാണുന്നത്. ആ വരുമ്പോൾ തന്നെ നമുക്കത് കാണുകയും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനും പറ്റും. ക്ലിയർ ആണോ അത്? ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ്. എല്ലാ റൂമുകളും നമ്പർ ചെയ്തിട്ടുണ്ടാവില്ലേ? എല്ലാ റൂമുകൾക്കും ഒരു ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും അല്ലെ, ഒരുപോലെ നമ്പറുകളൊന്നും കൊടുക്കില്ല. എല്ലാ റൂമുകൾക്കും വ്യത്യസ്ത നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. അതുവഴി നമുക്ക് ഒരു റൂമിലേക്ക് ഇപ്പൊ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി നമുക്ക് കാണാൻ പോകണം, നമ്മൾ പോയേക്കാണ്, നമുക്കിപ്പോ ഹോസ്പിറ്റലിനെ പറ്റി വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? റൂം നമ്പർ അത് നമുക്കറിയാം. നമ്മൾ അവിടെ എന്താ ചെയ്യുക? അവിടുത്തെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഇത്ര റൂമിലാണ്, എവിടെയാണ് ആ റൂം എന്ന് ചോദിക്കും അല്ലെ. എന്നിട്ട് അവർ പറഞ്ഞു തരുന്ന ലൊക്കേഷൻ ഡയറക്ഷൻ അനുസരിച്ച് നമ്മൾ ആ റൂമിൽ എത്തുമ്പോൾ നമുക്ക് ആ പേഷ്യന്റിനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. അതേസമയം ഒരേപോലെയുള്ള റൂം നമ്പർ വേറെ ഉണ്ടെങ്കിലോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും അല്ലെ, ഇതിൽ ഏതാണ് നമ്മുടെ പേഷ്യന്റ് ഉള്ളതെന്നുള്ളത്. അതുപോലെ നല്ല റൂം നമ്പേഴ്സ് ഒക്കെ വ്യത്യസ്തമായി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു റൂമാണ് ബോർഡ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എളുപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ പബ്ലിക്കിന് അത്രയും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഗൈഡ്, അവിടെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബ്രോഷേഴ്സ് എഴുതിയിടാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലൊക്കെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു എൻട്രി ഏരിയയിൽ ഒരു ബോർഡില് ഓരോ റൂമില് ഇന്ന പേഷ്യന്റ് ആണ്, അവർ ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്, ഇത്ര വയസ്സുള്ളതാണ് എന്നുള്ള രീതിയിൽ ബ്രോഷേഴ്സ് എഴുതിയിരുന്ന് കണ്ടിട്ടില്ലേ? അതുപോലെ അവരുടെ ആ ഒരു ഡോറ്, അവരുടെ റൂമാണെങ്കിൽ ആ റൂമിന്റെ ഡോറിന്റെ ഫ്രണ്ടിലും വെച്ചിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ അത്? നമുക്ക് ആ ഒരു റൂം മാറിപ്പോവാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വിസിറ്റേഴ്സിന് ഗൈഡാണ്. അപ്പൊ വിസിറ്റേഴ്സിന് അത് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലാക്കാനും ആ കൃത്യമായിട്ടുള്ള നമ്മൾ ഏത് പേഷ്യന്റിനെയാണോ കാണാൻ വന്നിരിക്കുന്നത് അവരെ കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പൊ ഇതെന്ന് പറയുന്നത് അപ്പൊ ഒരു സൈനേജ് ബോർഡ് അല്ലെങ്കിൽ നെയിം ബോർഡുകൾ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഫ്ലോർ പ്ലാനുകൾ പ്രദർശിപ്പിക്കുക, എല്ലാ റൂമുകളും നന്നായി നമ്പർ ചെയ്ത് വെക്കുക, അതുപോലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ അടങ്ങിയ ബ്രോഷേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിനുള്ള ഗൈഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ വരുന്ന പേഷ്യൻസിനെ കാണാൻ വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം? റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനൊക്കെ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനും അത് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താനും സഹായിക്കുന്നു. ക്ലിയർ ആയോ? ആ ഒരു തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. Then fourth one ആണ് complaints, compliments, suggestions അല്ലെ. എന്താണ്? കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സ് അനുമോദനങ്ങളോ അല്ലെങ്കിൽ സജഷൻസ് നിർദ്ദേശങ്ങളോ ഉണ്ടാവുക. Okay, a provision to listen to verbal complaints instead of insisting on written ones. ഓൺ എന്നാണ് കേട്ടോ അവിടെ. insisting on written ones കേട്ടോ. And emails എന്താ? നമ്മുടെ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, എങ്ങനെയുള്ള കംപ്ലൈന്റ്സുകൾ ആയിരിക്കണം നമ്മൾ. അപ്പൊ നമ്മൾ രേഖാമൂലം അല്ലെങ്കിൽ ഇമെയിലുകൾ വഴിയോ അല്ലെങ്കിൽ രേഖാമൂലമോ ഒക്കെ കിട്ടുന്ന പരാതികൾക്ക് നിർബന്ധിക്കാതെ എങ്ങനെയുള്ള പരാതികളും കൂടി കേൾക്കാനുള്ളൊരു എന്താ സാധ്യത കൊടുക്കണം എന്നാ പറഞ്ഞേ? വെർബൽ കംപ്ലൈന്റ്സ് അല്ലെ, വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ളൊരു സാധ്യത, ഒരു സ്ഥിതി വ്യവസ്ഥ ഉണ്ടാക്കണം അല്ലെ. And provision of a suggestion box at an appropriate place അല്ലെ. സജഷൻ ബോക്സുകൾ വളരെ ഉചിതമായ അനുയോജ്യമായ ഇടങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം അപ്പൊ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രേഖാമൂലം തന്നെ വരണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? ഓറൽ ആയിട്ട് അല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള വാക്കുകളിലൂടെയുള്ള പരാതി, വാക്കാനുള്ള പരാതിയും നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് ആ ഒരു പരാതി
പരാതി പരിഹരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻസ് കൊടുക്കാം അല്ലെ. ഇനി എന്തെങ്കിലും കോംപ്ലിമെന്റ്സ് നമ്മൾ ചെയ്ത ഹോസ്പിറ്റൽ നൽകിയ നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും അനുമോദനങ്ങൾ നൽകണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഹോസ്പിറ്റലിലെ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സജഷൻ ബോക്സുകളിൽ എന്ത് ചെയ്യാം, അത് പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെ. അപ്പൊ അതിലൂടെ അവർ പറയുന്ന ആ പബ്ലിക്കിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന അങ്ങനെയുള്ള ഇൻഫർമേഷൻസിലൂടെ ആ ഹോസ്പിറ്റൽസിന് മാറ്റങ്ങൾ വരുത്താനും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഓക്കെ. Then fifth one ആണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇന്ററാക്ഷൻസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ടൂറുകൾ അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ്സ് നടത്താം അല്ലെ. ഗ്രൂപ്പ് ആയിട്ടുള്ള സ്കൂൾ ടീച്ചേഴ്സിന് നടത്താം, സ്കൂൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും നടത്താം അല്ലെ. മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പല സ്ഥാപനങ്ങളിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾക്ക് നടത്താം. പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, എന്തെങ്കിലും ഒരു പ്രതിനിധികളാവാം, ഏതെങ്കിലും സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ ഒക്കെ പ്രതിനിധികളാവാം. ആ റിലീജിയസ് ലീഡർ, മത നേതാക്കളാവാം. ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്ക് ആ ഹോസ്പിറ്റലിലേക്ക് ടൂർ അല്ലെങ്കിൽ വിസിറ്റുകൾ നടത്താവുന്നതാണ്. ഹെൽത്ത് ഫെയർസ്, ആരോഗ്യമേളകൾ നടത്താം, എക്സിബിഷൻസ് നടത്താം, സ്പെഷ്യൽ ക്ലിനിക്സ് നടത്താം, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ നടത്താം, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ നടത്തുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, വാർഷിക ആശുപത്രി ദിനങ്ങൾ നടത്താം. ദെൻ ഫൗണ്ടേഴ്സ് ഡേ, എന്താണ്, സ്ഥാപക ദിനം നടത്താം. സ്പെഷ്യൽ ഇവന്റ്സുകൾ, പ്രത്യേക പ്രോഗ്രാമുകൾ നടത്താം. ആൻഡ് ഓൾ ദീസ് ഹെൽപ്പിംഗ് പ്രൊജക്ടിംഗ് എവറി ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് സം ഓഫ് ദ ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ്. ഹോസ്പിറ്റലിലെ വളരെ ഉയർന്ന സാങ്കേതിക പ്രവർത്തനങ്ങളൊക്കെ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. ഭയങ്കര ഹയർ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ വരെയും ഹോസ്പിറ്റൽ നടക്കുന്നുണ്ട്. ഇവ എല്ലാം ഉൾപ്പെടുത്തി ആ ഹോസ്പിറ്റലിനുള്ളിൽ നടക്കുന്ന എല്ലാ വശങ്ങളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇന്ററാക്ഷൻസ്, പബ്ലിക്കുമായിട്ട് ഈ പറയുന്ന ഇന്ററാക്ഷൻസ് വരുന്ന സമയത്ത് ഇസ് ഹെൽപ്പിംഗ് പ്രൊജക്ടിങ് എവരി ആസ്പെക്ട്സ്. ആ ഹോസ്പിറ്റലുള്ള ഏതൊരു വശവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനവും ആളുകളിലേക്ക് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ, തുറന്നു കാണിക്കാനുള്ളൊരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കാം. അപ്പൊ അതുവഴി ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത് വഴി നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? അത് ഫിഫ്ത്ത് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. Then seventh point ആണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറയുന്നത് CEO and staff should use every opportunity to speak to other service organizations and institutions on health matters. എന്താ? ആരോഗ്യകാര്യങ്ങളിൽ അല്ലെ, ആരോഗ്യകാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളോട്, അതർ സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് മാറ്റേഴ്സ് അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിൽ മറ്റ് സേവന സംഘടനകളോട് അല്ലെങ്കിൽ സ്ഥാപനങ്ങളോട് എന്ത് ചെയ്യണം? സംസാരിക്കാനായിട്ട് സിഇഒയും സ്റ്റാഫും എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തണം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സിഇഒ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിലുള്ള സിഇഒയും സ്റ്റാഫുകളും, അത് ഹോസ്പിറ്റലിൽ അല്ല മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളോട് അല്ലെങ്കിൽ സർവീസ് ഓർഗനൈസേഷൻ, മറ്റ് സേവന സംഘടനകളോടെല്ലാം ഈ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് പരസ്പരം എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, ആശയവിനിമയങ്ങൾ നടത്താനുള്ള ഒരവസരങ്ങളും എന്ത് ചെയ്യരുത്? പാഴാക്കാതിരിക്കുക. മാക്സിമം എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തി ആ ഹോസ്പിറ്റലിലെ സിഇഒ ആൻഡ് സ്റ്റാഫുകള് മറ്റ് സ്ഥാപനങ്ങളോടും അതുപോലെ മറ്റ് സേവന സംഘടനകളോടും നല്ല രീതിയിൽ ആശുപത്രി, എന്താണ്, ഹെൽത്ത് മാറ്റേഴ്സിനെ കുറിച്ചാണ് കേട്ടോ, ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ അങ്ങോട്ട്
ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. അപ്പോഴും നമുക്കൊരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? മറ്റാ ഒരു സ്ഥാപനങ്ങളോട് നല്ലൊരു പബ്ലിക് റിലേഷൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മറ്റ് സർവീസ് ഓർഗനൈസേഷൻ സേവന സംഘടനകളോട് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള അവസരങ്ങൾ ആര് പാഴാക്കരുത്? ഈ സിഇഒയോ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരും പാഴാക്കാതിരിക്കുക. അതാണ് CEO and staff should use every opportunity to speak to other service organizations and institutions on health matters. ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മറ്റ് സ്ഥാപനങ്ങളോട് അല്ലെങ്കിൽ മറ്റ് സേവന സംഘടനകളോട് ഈ സിഇഒയും സ്റ്റാഫുകളും എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. അവരൊരു യാതൊരു രീതിയിലും അത് ഒഴിവാക്കാതെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, പരസ്പരം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് അവിടെ നിലനിർത്തണം. ക്ലിയർ ആണോ അത്? 7th പോയിന്റ്. ഓക്കെ, നോക്കിയേ ഇവിടെ 5th നമ്പർ തെറ്റിയ കിടക്കുന്നത് കേട്ടോ. 5th കഴിഞ്ഞ് നെക്സ്റ്റ് 6th ആക്കാണ്ട് അവിടെ 6 സ്പീക്കേഴ്സ് ബ്യൂറോ 6 ആക്കാം. നെക്സ്റ്റ് വരുന്നത് 7th ആക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് 7th ആണ് അഡ്വൈസറി കമ്മിറ്റി. എന്താണ് ഒരു അഡ്വൈസറി കമ്മിറ്റി? ഉപദേശക സമിതി അല്ലെ? Its role should be to suggest hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. ഈ ഒരു ഉപദേശക സമിതി എന്തിനു വേണ്ടിയാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് അല്ലെ, ആ പോരായ്മകള് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. അതാണ് റോൾ ഷുഡ് ബി to suggest hospital administration the methods to overcome their shortcomings. അവരുടെ പോരായ്മകള്, ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു. And interpret the functioning of the hospital to the community. അതോടൊപ്പം ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള എന്താണ് ചുമതലയും ആർക്ക് തന്നെയാണ്? ഒരു അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. 2 കാര്യങ്ങളാണ് ഒരു ഉപദേശക സമിതി ചെയ്യുന്നത്. ഒന്നാമത്തെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ പോരായ്മകൾ എന്താണോ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ക്ലിയർ ആണോ അത്? രണ്ടാമതായിട്ട് and interpret the functioning of the hospital to the community. ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കുക അല്ലെ, മനസ്സിലാക്കി കൊടുക്കുക. ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഹോസ്പിറ്റലിലുള്ളവർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ, ആ കമ്മ്യൂണിറ്റിയിലേക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ചുമതലയും ഒരു അഡ്വൈസറി കമ്മിറ്റിക്ക് ഉണ്ടായിരിക്കും. 2 കാര്യങ്ങളാണ് ഒരു അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഉപദേശക സമിതി ചെയ്യുന്നത്. ഒന്നാമത് ആ ഹോസ്പിറ്റലുള്ള അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. രണ്ടാമതായിട്ട് ആ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലേക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതലയും ഒരു അഡ്വൈസറി കമ്മിറ്റി അല്ലെങ്കിൽ ഉപദേശക സമിതിക്ക് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അഡ്വൈസറി കമ്മിറ്റി ഓക്കെ ആണോ? ഓക്കെ. Then next നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയില്, നമ്മുടെ ആ ഒരു സമൂഹത്തില് പബ്ലിക് റിലേഷൻസിനെ വിലയിരുത്തുന്നതിനുള്ള സൂചനകൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എന്തൊക്കെ സൂചനകളിലൂടെ നമുക്ക് ആ കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക് റിലേഷനെ വിലയിരുത്താൻ പറ്റും? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലില് നല്ലൊരു പബ്ലിക് റിലേഷനിലുള്ള ഒരു ഹോസ്പിറ്റൽ ആണോ എന്ന് വിലയിരുത്തണമെങ്കിൽ കുറച്ച് സൂചനകളിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സൂചനകൾ എന്തൊക്കെയാണ്? ഒരു കമ്മ്യൂണിറ്റിയില് പബ്ലിക് റിലേഷൻസിനെ വിലയിരുത്താനുള്ള സൂചനകളാണ് താഴെ പറയുന്നത്. നോക്കി, ഫസ്റ്റ് പോയിന്റ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുക. എന്താ? പേഷ്യൻസ് അല്ലെങ്കിൽ വരുന്ന രോഗികളുടെ സംതൃപ്തി അല്ലെ, സംതൃപ്തി അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകള്. രോഗികളുടെ സംതൃപ്തി നമുക്ക് സർവേകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ പേഷ്യൻസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റ് വന്നു, അവർക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ കിട്ടി, നല്ല മെഡിക്കൽ കെയറുകൾ കിട്ടി എങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും
അല്ലെ? അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് അവിടെ നമ്മൾ സർവേ ചെയ്യുമ്പോൾ അവർ ഈ ഒരു ഹോസ്പിറ്റലിനെ എല്ലാം മികച്ചതാണെന്നായിരിക്കും കൊടുക്കുക, അല്ലെ? ഏറ്റവും നല്ലതാണെന്നല്ലേ നാം കൊടുക്കുക. നമ്മളാണെങ്കിൽ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു സർവേ വരുമ്പോ അവരെപ്പോഴും ഓട്ടോമാറ്റിക്കലി കൊടുക്കാൻ പോകുന്നത് എന്താ? എല്ലാ കാര്യങ്ങളും മികച്ചതാണെന്നായിരിക്കും നമ്മൾ കൊടുക്കുക, അല്ലെ? അതേസമയം പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലോ, നമ്മളൊരു കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഓൺലൈനായിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങുന്നതല്ലേ നിങ്ങള്, അല്ലെ? ഇപ്പൊ നമുക്ക് ആ ഒരു അവരിൽ നിന്ന് നല്ലൊരു സാധനം അല്ല നമുക്ക് പർച്ചേസ് ചെയ്തപ്പോ കിട്ടിയതെങ്കിൽ നിങ്ങൾ ഒരു 5 സ്റ്റാർ കൊടുക്കോ, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ ബാഡ് അല്ലെങ്കിൽ എന്താണ് വെരി പുവർ എന്നുള്ള രീതിയിൽ കൊടുക്കോ, അതോ വെരി ഗുഡ് എക്സലന്റ് എന്ന് കൊടുക്കോ? നമുക്കത് ആ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിലുള്ള സാധനം കിട്ടിയില്ലെങ്കിൽ എന്താ കൊടുക്കുക? ബാഡ് ആണെന്നുള്ളതാ കൊടുക്കുക, അല്ലെ? അപ്പൊ അതുപോലെ ഇപ്പൊ പേഷ്യൻസ് വരുന്ന ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിൽ നിന്ന് സംതൃപ്തരായി പോയി കഴിഞ്ഞാൽ അത് അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നമുക്ക് ഈ സർവേകളിലൂടെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? നല്ല രീതിയിലുള്ള ഒരു സർവേ പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത്രയും ആളുകള് ആ ഹോസ്പിറ്റലിലെ തൃപ്തിയില് പോയിട്ടുണ്ട്, അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ സർവീസിൽ അവര് സംതൃപ്തരാണെന്ന് മനസ്സിലാക്കാം. അതേസമയം ആ സർവേ എന്ന് പറയുന്നത് നമുക്ക് ബാഡ് ആണ്, കൂടുതലും ഒരു നെഗറ്റീവ് രീതിയിലാണ്, പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവായ രീതിയിലാണ് വരുന്നതെങ്കിൽ അത്രയും എന്താണ് ആളുകള് ആ ഒരു ഹോസ്പിറ്റൽ സർവീസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ അത് അത്രയും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? രണ്ടാമത്തത് ജനറൽ ഒപ്പീനിയൻ പോൾ. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നുണ്ട് കേട്ടോ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ പറയാം കേട്ടോ. രണ്ടാമതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താ? പൊതു അഭിപ്രായ വോട്ടെടുപ്പ്, അല്ലെ? ഇവിടെ ജനറൽ ഒപ്പീനിയൻ പോൾ ഇപ്പൊ സർവേ നടത്തുമ്പോൾ എങ്ങനെയാ? നമ്മള് ഒരു സർവേ നടത്തുകയാണെങ്കിൽ എങ്ങനെയാ? അവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? ഓപ്ഷൻസ് ഉണ്ടാവില്ലേ? നമുക്ക് സർവേ നടത്തുന്ന ഏതെങ്കിലും സർവേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെ? അതിൽ കുറെ ഓപ്ഷൻസ്, ഗുഡ് ആണോ, ബാഡ് ആണോ, ആവറേജ് ആണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെ? അതേസമയം ഇവിടെ ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പ് ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സിംഗിൾ സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോബ്ലം ആയിരിക്കും. അവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ആ ഒരെണ്ണത്തിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് നടപ്പിലാക്കിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ കുറിച്ചാവാം, എന്തുമായിക്കോട്ടെ അത് ആ ഒരു പേഷ്യൻസിനെ ബാധിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ആ പേഷ്യന്റിനോട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു പൊതു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുകയും അതിൽ നിന്ന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വോട്ടുകളാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് അവർക്ക് അത്രയും നല്ലതാണ്, മികച്ചതാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ തരുന്നത്. അപ്പൊ ആ ഒരു സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം മാത്രമേ നമ്മൾ ഒരു ജനറൽ ഒപ്പീനിയൻ പോളിൽ കൊടുക്കുന്നുള്ളൂ. അതിൽ നമുക്ക് പറയാനുണ്ട് കേട്ടോ, ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പരിചരണത്തിന്റെ ഗുണനിലവാരം, അല്ലെ? നമുക്ക് ചെക്ക് ലിസ്റ്റുകളിലൂടെ കണ്ടെത്താനായിട്ട് പറ്റും. ആണോ? നമ്മളിപ്പോ ചെക്ക് ലിസ്റ്റുകളൊക്കെ എടുക്കാറില്ലേ? ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് എന്താണ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആണ്, അല്ലെ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റല് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഹോസ്പിറ്റലാണ്, അല്ലെ? അതേസമയം ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഫാക്ടേഴ്സ് ഒന്നും നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ, നല്ല മെഡിക്കൽ കെയർ ആണോ അവിടെ കൊടുക്കുന്നത്, സ്റ്റാഫുകളുടെ നല്ല പെരുമാറ്റമാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു ഗുണനിലവാരം, അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളുടെ ഗുണനിലവാരം എങ്ങനെയുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് അവർ തരുന്നത്, നല്ല ക്വാളിറ്റിയിലാണോ, നല്ല രീതിയിലുള്ള മെഡിസിൻസ് ആണോ നമുക്ക് തരുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ അത് ആ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു ഭൂരിഭാഗം പേരും അതെല്ലാം നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് മറുപടി നൽകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒരു ഹോസ്പിറ്റല് നല്ല പരിചരണം, ഗുണനിലവാരമുള്ള ഒരു പരിചരണമാണ് കൊടുക്കുന്നത് മനസ്സിലാക്കാം. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, വരുന്ന കംപ്ലൈന്റുകളുടെ എണ്ണം, അല്ലെ? കൂടുതൽ കംപ്ലൈന്റ്സ് ആണ് വരുന്നതെങ്കിലോ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അവിടെ വരുന്ന കംപ്ലൈന്റ്സിന്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ആ ഒരു പബ്ലിക് റിലേഷനെ വിലയിരുത്താൻ പറ്റും. എങ്ങനെയാ? ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റല് നല്ലൊരു പബ്ലിക് റിലേഷനുള്ള ഹോസ്പിറ്റലാണോ?
ആണോ? നല്ലൊരു പബ്ലിക് റിലേഷനിലുള്ള ഹോസ്പിറ്റൽ ആണോ? അല്ല, അല്ലെ? അതേസമയം കംപ്ലൈൻസ് കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അവർക്ക് ആ പേഷ്യൻസ് അല്ലെങ്കിൽ വരുന്ന ഓരോരുത്തർക്കും ആ ഹോസ്പിറ്റലിനെ ഇഷ്ടമായി, അല്ലെ? അവരുടെ സർവീസ് ഇഷ്ടമായി, അതുകൊണ്ടാണ് കംപ്ലൈൻസ് കുറവ് വരുന്നത്. അപ്പൊ എപ്പോഴും കൂടുതൽ കംപ്ലൈൻസ് വരികയാണെങ്കിൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ കുറവ് കംപ്ലൈൻസ് ആണോ വരുന്നത്, അതിൽ നിന്ന് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷനെ വിലയിരുത്താൻ പറ്റും, ഇല്ലേ? നെക്സ്റ്റ് ആണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ ദ കമ്മ്യൂണിറ്റി. സ്വമേധയുള്ള ശ്രമങ്ങളുടെ വ്യാപ്തി അതാരുടെയാണ്? കമ്മ്യൂണിറ്റിയിലുള്ള പബ്ലിക്കിന്റെ. ഇപ്പൊ ചില ഹോസ്പിറ്റലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവർക്ക് എന്താണ് വലിയ രീതിയിൽ ചിലപ്പോ പണം മുടക്കാനോ അവിടെ ക്ലീനിങ് കാര്യങ്ങൾ, ഇപ്പൊ ചില ദിവസങ്ങളെ ഇപ്പോ എന്താണ് സേവനവാരമൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്വമേധയ വോളണ്ടിയർലി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ സന്നദ്ധ സേവകര് ആ ഹോസ്പിറ്റലിന് ചുറ്റും ചിലപ്പോ എന്താണ് ഇതായി കിടക്കുകയാണ്, വളരെ വൃത്തികേടായിട്ട് പുല്ലും കാടും ഒക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ അവര് തന്നെ വന്ന് എന്ത് ചെയ്യുന്നു? സ്വമേധയാ ഓരോരുത്തർ വന്നത് എന്ത് ചെയ്യും? ക്ലീൻ ചെയ്ത് കൊടുക്കും. കണ്ടിട്ടുണ്ടോ അത്? സ്വമേധയ അവരുടെ ആ ഒരു വോളണ്ടറി എഫേർട്ട് ആണ്, സ്വമേധയ അവർ വന്ന് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പബ്ലിക് എന്ത് ചെയ്യുന്നു? സ്വമേധയ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്? അപ്പൊ നല്ലൊരു ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടല്ലേ അവരത് വന്ന് ചെയ്യുന്നത്, അല്ലെ? ആ ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സഹായിക്കുന്നതൊക്കെ ആ ഒരു ഹോസ്പിറ്റൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ. അതല്ല, നല്ലൊരു ഹോസ്പിറ്റൽ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്ത, ഒരു നല്ല സർവീസ് ഒന്നും തരാത്ത ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആരെങ്കിലും ആ ഒരു വോളണ്ടിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കോ? ഇല്ല, അല്ലെ? അവരെപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റലിനോടാണ് അങ്ങനെയുള്ള ആളുകള് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സ്വമേധയാ ഇറങ്ങുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്നും നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷനെ വിലയിരുത്താൻ പറ്റും. ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. എന്താണ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ? ഹെൽത്ത് സ്റ്റാഫുകൾ ചിലപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? ആ ഹോസ്പിറ്റലിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു. ജീവനക്കാരൻ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു? ആ ജീവനക്കാരെന്ന് പറയുന്നതും എന്തിൽ പെടുന്നത് തന്നെയാണ്? നമ്മുടെ പബ്ലിക്കിൽ പെടുന്നത് തന്നെയാണ്, അല്ലെ? ആളുകൾ ആ ഒരു പബ്ലിക്കിന്റെ ഭാഗമല്ലേ അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരെന്ന് പറയുന്നതും. അപ്പൊ അവര് കൂടുതൽ ആ ഹോസ്പിറ്റലിൽ പിരിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ അതിന് പല കാരണങ്ങൾ ഉണ്ടാവാം, അല്ലെ? ആ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ അവർക്ക് സാലറി കൊടുക്കാത്തതാവാം, അല്ലെങ്കിൽ ഒരുപാട് ഓവർലോഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അവർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം. അങ്ങനെ പല റീസൺസില് അവരെന്ത് ചെയ്യുന്നു? ആ ജീവനക്കാർ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ അങ്ങനെ പിരിഞ്ഞു പോയാൽ ആ ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അവിടെ നല്ലൊരു ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. നെക്സ്റ്റ് ആണ് കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. ക്ലിനിക്കുകളിലും ഹെൽത്ത് സെന്റേഴ്സിലും ഒക്കെ പേഷ്യൻസിന്റെ ഹാജർ നിലവാരം എങ്ങനെയായിരിക്കണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം, ഒരു സ്ഥിരതയുണ്ടായിരിക്കണം. വരുന്ന പേഷ്യൻസ്, ഇപ്പൊ അവിടെ വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന പേഷ്യൻസ് ഇപ്പൊ ഇന്നൊരു ദിവസം വന്നു, അവർ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസവും വരും, അല്ലെ? അപ്പൊ അവരവിടെ തന്നെ സ്ഥിരതയോടെ അവിടെ തന്നെ ട്രീറ്റ്മെന്റിന് വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ പിന്നെയും ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, അല്ലെ? ആ വരുന്ന പേഷ്യൻസിന്റെ ഹാജർ നിലവാരം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്ഥിരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷനെ വിലയിരുത്താൻ പറ്റും. ഡൊണേഷൻസ്, സംഭാവനകൾ കിട്ടുക ആ ഒരു ഹോസ്പിറ്റലിലേക്ക്. ഇപ്പൊ ഒരു ഹോസ്പിറ്റല് എന്താണ് വലിയ ഫെസിലിറ്റി കാര്യങ്ങളും കുറവുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പൊ ആളുകൾക്ക് ഭയങ്കര വളരെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ അവർക്ക് ചിലപ്പോ എപ്പോഴും പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും ചിലപ്പോ ആ ഹോസ്പിറ്റലിലെ ഫണ്ടുകൾ കുറവ് മൂലം ചിലപ്പോ അവിടെ നല്ല രീതിയിലുള്ള സർവീസുകളൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനത്തെ സമയത്ത് എന്തായിരിക്കും ഡൊണേഷൻസ് ആരാ കൊടുക്കാറ്? ആരാ ഡൊണേഷൻസ് കൊടുക്കുക? നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പൊതുജനങ്ങൾ കൊടുക്കും, അല്ലെ? ഡൊണേഷൻസ്. ഇപ്പൊ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ ഡൊണേഷൻസ് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈസേഷൻസ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സേവന സർവീസുകൾ അല്ലെങ്കിൽ മെഷീനുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഡൊണേഷൻസ് നൽകും, സംഭാവനകൾ നൽകാറുണ്ട്. ഉണ്ടോ?
എന്തൊക്കെയായിരിക്കും സംഭാവന? ചിലപ്പോ ഒരു ഉപകരണമാവാം, മെഷീൻ ആവാം, വീൽ ചെയർസ് ആവാം, സ്ട്രക്ചറുകളാവാം, അല്ലെ? അങ്ങനെ ആ ഹോസ്പിറ്റൽ ഇല്ലാത്തത് എന്താണോ ആ ഹോസ്പിറ്റൽ ഇപ്പൊ നിലവിൽ അത് വാങ്ങാൻ ഒരു കഴിവുണ്ടാവില്ല. അപ്പൊ ആ ഹോസ്പിറ്റൽ നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? എഫേർട്ട് എടുത്ത് ഡൊണേഷൻസ് നൽകുന്നു. ക്ലിയർ ആണോ അത്? അപ്പൊ നല്ല നല്ല ഡൊണേഷൻസ് സംഭാവനകൾ കൊടുക്കുന്നത് എപ്പോഴും ആ ഹോസ്പിറ്റലിനോടുള്ള ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ്, അല്ലെ? ആ ഹോസ്പിറ്റൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൂടിയാണ്. ലാസ്റ്റ് പോയിന്റ് ആണ് ഇൻപേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ലാമ പഠിച്ചിട്ടുണ്ടോ? ലാമ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ലാമ എന്ന് പറയുന്നത്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അല്ലെ? അവിടെ ഡോക്ടേഴ്സ് നൽകുന്ന മെഡിക്കൽ അഡ്വൈസുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് എന്ത് ചെയ്യുന്നു? അവരവിടെ പേഷ്യൻസ് ലീവ് ചെയ്തു പോകും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് പേഷ്യൻസ്, അപ്പൊ ചിലപ്പോ അവിടെ ട്രീറ്റ്മെന്റുകളൊക്കെ ചിലപ്പോ അവർക്ക് അഫോർഡബിൾ അല്ലാത്തത് കൊണ്ടാവാം, അല്ലെ? ട്രീറ്റ്മെന്റുകൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാവാം, അല്ലെങ്കിലോ ചിലപ്പോ അവിടെ കൊടുക്കുന്ന എന്തെങ്കിലും സേവനങ്ങളുടെ അപര്യാപ്തത മൂലമാവാം. അങ്ങനെ പല കാരണം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ അഡ്വൈസുകൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ട് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകാറുണ്ട്. കാരണം കൂടുതൽ പേഷ്യൻസ് അവിടെ നിന്ന് ലീവ് ചെയ്ത് പോകുന്നു എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലിൽ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു, അല്ലെ? ക്ലിയർ ആയോ അത്രയും പോയിന്റ്സ്? ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസിനെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള സൂചനകൾ എന്തൊക്കെയാണ്? എന്താണ്? ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. എന്താ അവിടെ ആ ഒരു മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ കണ്ടെത്തുവാൻ സഹായിക്കുന്നതാണ് ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയാണ് അവിടെ നമ്മളൊരു പബ്ലിക് റിലേഷൻസ് എത്രത്തോളം ഉണ്ട് അതിനെ കുറിച്ചുള്ള സൂചനകൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചനകൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു മെഷർ ചെയ്യുന്നത്? ഇതിനു വേണ്ടിയായി സൂചനകൾ ഉപയോഗിച്ച് എപ്പോഴും നല്ല ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റല് നല്ല വൈദ്യപരിചരണങ്ങൾ കൊടുത്താലേ നല്ല രീതിയിലുള്ള പേഷ്യൻസിനെ നമുക്ക് കിട്ടുള്ളൂ, അല്ലെ? ഇപ്പൊ നല്ല വൈദ്യപരിചരണങ്ങൾ കൊടുക്കാനും അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? അപ്പൊ എപ്പോഴും നല്ല വൈദ്യപരിചരണം കൊടുത്താൽ മാത്രമേ അവിടെ ആ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പേഷ്യൻസ് വരുള്ളൂ, അല്ലെ? അപ്പൊ ആ പേഷ്യൻസ് കൂടുതൽ വരാനും നല്ല രീതിയിൽ അവർക്ക് വൈദ്യപരിചരണം കൊടുക്കാനും നിലവിൽ കൊടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ വൈദ്യപരിചരണങ്ങളിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുന്നതിനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യുന്നത്. ക്ലിയർ ആയോ അത്? എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായോ? ഓക്കെ, ഇനി അങ്ങനെ ഒരു നല്ല വൈദ്യപരിചരണം നമുക്ക് മെച്ചപ്പെടുത്തണം, അല്ലെ? ആളുകൾ കൊടുക്കുന്ന ആ ഒരു വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയർ മെച്ചപ്പെടുത്താനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്താണ് ഉറപ്പുവരുത്താൻ പറ്റുന്നത്? അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്, അല്ലെ? നല്ല വൈദ്യരണം, നല്ല മികച്ച രീതിയിലുള്ള ഒരു വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയർ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആത്യന്തികമായിട്ട് അത് എന്തിനാണ് അത് ലീവ് ചെയ്യുന്നത്? പേഷ്യൻസിനെ നല്ല ബെറ്റർ ആക്കി അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് പേഷ്യൻസ്, അല്ലെ? അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വന്നു, നമുക്ക് നല്ലൊരു വൈദ്യപരിചരണം കിട്ടിയാൽ ആ പേഷ്യൻസ് എന്താണ്? ബെറ്റർ ആയി നല്ല ഹാപ്പി ആയിട്ട് ആ പേഷ്യൻസ് സംതൃപ്തിയോടെ അവർക്ക് പോകണം, അല്ലെ? അതിനാണ് നമ്മൾ ഈ പറയുന്ന സൂചനകൾ ഉപയോഗിച്ച് നല്ല പബ്ലിക് റിലേഷൻസ് ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തുന്നത്. ക്ലിയർ ആണോ അത്? ആദ്യത്തെ ബോക്സ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കി നമ്മൾ പറഞ്ഞ പോയിന്റ്സിലേക്ക് വരികയാണ്. നോക്കി, ഫസ്റ്റ് വൺ ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, അല്ലെ? പേഷ്യൻസിന്റെ സംതൃപ്തിയുമായി ബന്ധപ്പെട്ട സർവേകളിലൂടെ നമുക്ക് ആ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, അല്ലെ? നോക്കിയേ, ക്യാൻ ബി കണ്ടക്ടഡ് ബൈ ആൻ ഔട്ട്ഡോർ സർവേ ഏജൻസി ഓർ ഡൺ ആസ് ആൻ ഇൻ-ഹൗസ് സർവേ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സർവേ നടത്താം. ഒന്നാമത്തത് ഹോസ്പിറ്റലിന് പുറമെ, അല്ലെ? ഔട്ട്ഡോർ സർവേ ഏജൻസി, ഹോസ്പിറ്റലിന് പുറമെയുള്ള ഏജൻസികളിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള സർവേകൾ ചെയ്യാം.
അല്ലെങ്കിലോ ഓർ ദാൻ ആസ് ഇൻ ഹൗസ് സർവേ, ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഉള്ള വരുന്ന പേഷ്യൻസിൽ നിന്നും നമുക്ക് സർവേകൾ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്താവുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് ഹോസ്പിറ്റലിന് പുറത്ത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഏജൻസികളിൽ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സർവേ ആവാം. അത് പബ്ലിക്കുമായി ബന്ധപ്പെട്ടാണ്. പബ്ലിക്കിന് എന്തൊക്കെയാണ് ഈ ഒരു പേഷ്യൻസിന്, പബ്ലിക് അല്ലെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആയിരുന്ന പബ്ലിക്കുകളിൽ നിന്ന് അവരുടെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നടത്തുന്നു. രണ്ടാമതായിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ വരുന്ന പേഷ്യൻസിനോട് അവരുടെ ആ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ സർവേകൾ നടത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങള്, ട്രീറ്റ്മെന്റുകള്, കെയറുകളിൽ ആ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എത്രത്തോളം ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. Then a survey questionnaire with options is provided to the patients. അവിടെ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, ഈ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കൊടുക്കുമ്പോ അവിടെ ഒരു സർവേ ക്വസ്റ്റ്യനെയേഴ്സ്, കുറച്ച് ചോദ്യാവലികൾ കൊടുക്കുന്നുണ്ട് അല്ലെ, അതുപോലെ ഓപ്ഷൻസും നൽകുന്നുണ്ട്. ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, നൽകുന്നു. ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഒരു ചോദ്യാവലിയും ഓപ്ഷൻസും അടങ്ങിയിട്ടുള്ള ഒരു ചോദ്യാവലിയാണ് നൽകുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു സർവേ, ആ ഒരു കാര്യങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ആ ചോദ്യാവലികൾക്ക് കൃത്യമായ ഓപ്ഷൻസിൽ അവര് എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് തരുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓരോ പേഷ്യൻസിനും ആ ഹോസ്പിറ്റലിനോടുള്ള സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും അതുവഴി ആ വരുന്ന പബ്ലിക്കിലുള്ള സർവീസ്, ഈ ഒരു സർവേ ചെയ്യുന്നത് ആ പബ്ലിക്കുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്കാണ് അല്ലെ. ആ പബ്ലിക്കിന് എത്രത്തോളം മൊത്തത്തിൽ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എന്താ, മൊത്തത്തിലുള്ള പബ്ലിക്കിന് ഈ ഹോസ്പിറ്റലുമായിട്ട് എത്രത്തോളം നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് ഉണ്ട്, ഈ ഹോസ്പിറ്റൽ അവരുമായിട്ട് എത്ര നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ അത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കസ്റ്റമർ കംപ്ലൈന്റ്സ് അല്ലെ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് അല്ലെ, എത്രത്തോളം നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. കംപ്ലൈന്റ്സുകൾ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ അവിടെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് മികച്ചതായിരിക്കും. ആണോ? എപ്പോഴും നമ്മൾ പറയാറില്ലേ, നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള നല്ലൊരു ആശുപത്രിയാണ്, നല്ല മെഡിക്കൽ കെയറുകൾ കൊടുക്കുന്ന, നല്ല പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്ന ഒരു ആശുപത്രിയാണെങ്കിൽ അവിടെ കംപ്ലൈന്റ്സ് കുറവായിരിക്കും അല്ലെ. അപ്പൊ കംപ്ലൈന്റ്സ് കുറവാണെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ, ഏറ്റവും കുറവ് കംപ്ലൈന്റ്സ് ആണ് നമുക്ക് റിസീവ് ചെയ്യുന്നതിൽ കിട്ടുന്നതെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻസ്, ഏറ്റവും ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ല പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നുണ്ട് അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ് മികച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? ആ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെ. മോസ്റ്റ്ലി പെർട്ടൈൻ ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഒരു ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്? ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിലോ സിംഗിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓർ a single problem. ഒന്നുകിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോബ്ലം ആയിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം. ഇതാണ് അവരുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. That needs an answer. അതിനൊരു ഉത്തരം കിട്ടണം. ആരിൽ നിന്നാണ് ഉത്തരം കിട്ടേണ്ടത്? ആരിൽ നിന്നാണ് ഉത്തരം കിട്ടേണ്ടത്? ഇവിടെ ഹോസ്പിറ്റലിലെ ആളുകളിൽ നിന്നാണോ? ആരിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്? പേഷ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്നാണ് അല്ലെ അവിടെ എന്ത് കിട്ടേണ്ടത്? ആൻസറുകൾ കിട്ടേണ്ടത്. അതാണ് പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കൊടുക്കുക. സർവേകൾ നടത്തുന്ന പോലെ അല്ലായിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുക്കും. സർവേ ആവുമ്പോൾ എങ്ങനെയാ, കുറെ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാവും, ചോദ്യാവലികളും ഓപ്ഷൻസും ഉണ്ടാവും. ഇവിടെ അതൊന്നുമില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യമാണ് അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഒരു പ്രശ്നമായിരിക്കും അവരുടെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവാം, അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാവാം, ഒരു സാഹചര്യമാവാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആവാം. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടുമുള്ള ഏതെങ്കിലും ഒരു സാഹചര്യമോ ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനോ ആവാം. അതിനുള്ള ആൻസർ ആണ് അവരിൽ നിന്ന് കിട്ടേണ്ടത് അല്ലെ. ആൻസർ അവരിൽ നിന്ന് ആൻസർ കിട്ടുന്നതനുസരിച്ച് ആ ഒരു പ്രോബ്ലത്തെ വിലയിരുത്തി
വിലയിരുത്തി അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ വിലയിരുത്തി കിട്ടുന്ന ആൻസറുകളെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് അതിന് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവാം, അല്ലെ, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അവരുടെ ആ വരുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ആൻസറിൽ നിന്നാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ ആ ഹോസ്പിറ്റൽ നടത്തുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പൊ അവരെ ചിലപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതാവാം, അല്ലെങ്കിൽ നിലവിലുള്ളത് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെ എന്തുമായിക്കോട്ടെ നമ്മുടെ ആ ഒരു അഭിപ്രായമാണ് അവരുടെ ചോദിക്കുന്നത്. ആ ഒരു അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് ആ ഒരു അഭിപ്രായം പൊതുവായിട്ടുള്ള അഭിപ്രായം കൺസിഡർ ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ക്ലിയർ ആണോ? ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ. Then next പറയുന്നത് extent of voluntary efforts by community. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇതും കൂടി നമുക്ക് പറഞ്ഞിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, extent of voluntary efforts എന്താ? സന്നദ്ധ സേവനങ്ങൾ, അല്ലെ, സേവനങ്ങൾ അല്ലെങ്കിൽ സന്നദ്ധ സേവകരുണ്ടാവും, അല്ലെ, വോളണ്ടിയേഴ്സ് കണ്ടിട്ടില്ലേ കമ്മ്യൂണിറ്റിയിലുള്ളത്. The voluntary corps or volunteers, സന്നദ്ധ സേവകര് are public spirited, പൊതുബോധമുള്ളവരും and service minded people providing extra services. ഇവരെങ്ങനെയാണ് ഈ സന്നദ്ധ സേവകർ എന്ന് പറയുന്നത്? പൊതുബോധമുള്ളവരും സേവന മനോഭാവമുള്ളവരുമായിരുന്നു, അല്ലെ, പൊതുബോധം അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് വേണം, അതുപോലെ നല്ല സർവീസ് മൈൻഡഡ് ആയിരിക്കും, സേവന മനോഭാവമുള്ളവരല്ലേ എപ്പോഴും സന്നദ്ധ സേവകരായിട്ട് നിൽക്കാറ്, അല്ലെ. അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉള്ളവർക്കല്ലേ അങ്ങനെയുള്ള പൊസിഷനിൽ നിൽക്കാൻ പറ്റുള്ളൂ. അവരെന്ത് ചെയ്യുന്നു? പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസുകൾ, നമുക്ക് വേണ്ടതായിട്ടുള്ള പല സേവനങ്ങളും അവരുടെ ഭാഗത്ത് നമുക്ക് ചെയ്തു തരാറുണ്ട്, അല്ലെ. Then they help patients force things in patient care areas. അവരെന്ത് ചെയ്യാം? ചില ആളുകള് ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ മതിയായ അറ്റൻഡേഴ്സ് ഇല്ല, അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള സ്റ്റാഫുകൾ ഇപ്പോ അവർക്ക് ചിലപ്പോൾ വയ്ക്കാനായിട്ടുള്ള സാമ്പത്തികപരമായ ഒരു ഫിനാൻസ് സെറ്റപ്പ് ആ ഹോസ്പിറ്റലിൽ ഇല്ലായിരിക്കും. അവരെന്ത് ചെയ്യും? ആ ഹോസ്പിറ്റൽ ഇഷ്ടമുള്ളതാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവിടെ ആ പേഷ്യൻസിനെ കെയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിന് ഹോസ്റ്റ് തിങ്സ് ഇൻ പേഷ്യന്റ് കെയർ ഏരിയാസിലൊക്കെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ സന്നദ്ധരായിട്ട് വരും, അല്ലെ. അതുപോലെ മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. കൂടുതൽ ഇങ്ങനെയുള്ള സന്നദ്ധ സേവകര് ആ ഹോസ്പിറ്റലിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്താണ്? നല്ലൊരു മികച്ച പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് അർത്ഥം, അല്ലെ. അപ്പൊ എപ്പോഴും നല്ലൊരു വോളണ്ടിയറിസം അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആളുകൾ സ്വമേധയാ വരുന്നതാണ്, അല്ലാതെ ഹോസ്പിറ്റൽ വിളിച്ചിട്ട് വരുന്നതല്ല, അല്ലെ. അപ്പൊ ഹോസ്പിറ്റലില് നല്ലൊരു പൊതുവായിട്ടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ നല്ല രീതിയിൽ പൊതുവായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ടുള്ള സന്നദ്ധ സേവകര് ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും അവര് സ്വയം അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പരിശ്രമങ്ങൾ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിനോട് അവർക്ക് അത്രയും ഇഷ്ടമുണ്ടായിട്ടായിരിക്കും, അല്ലെ. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ആളുകളുമായിട്ട് ഉണ്ടായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ല നല്ല സേവനങ്ങള്, നല്ല നല്ല ട്രീറ്റ്മെന്റുകള്, നല്ല നല്ല കെയറുകൾ ആൾക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അവർ സ്വമേധയാ ആ ഒരു ഹോസ്പിറ്റലിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്, അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സന്നദ്ധ സേവകര് എപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഉണ്ട്. അവർക്ക് കൂടുതൽ വോളണ്ടിയറിസം, അങ്ങനെയുള്ള സന്നദ്ധ സേവകര് കൂടുതൽ ഇടപെടൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെപ്പോഴും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? നല്ലൊരു ബെറ്റർ പബ്ലിക് റിലേഷനെ സൂചിപ്പിക്കുന്നതാണ്. ക്ലിയർ ആണോ? അത് ആ ഒരു ബോക്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടുത്ത ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ, അല്ലെ. നമ്മളൊരു നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അല്ലെ. നമുക്ക് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം, അല്ലെ. സിമ്പിൾ ആണ്, വായിച്ച് മനസ്സിലാക്കുക. വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിലെടുത്ത് ചോദിച്ചോട്ടാ. ഓക്കെ, താങ്ക് യു.